എന്നെ ചോദ്യം ചെയ്യണം. ഒരു വിവരം കിട്ടി ആ വിവരം SITയോട് പറയാൻ തയ്യാറായ എന്നെ ഇതിനകത്ത് കൂട്ടണ്ട. അപ്പൊ എനിക്ക് തോന്നിയത് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല ധർമ്മശാസ്താവിന്റെ കയ്യിൽ അതിന് കൊടുത്ത ഒരു സ്വർണം നഷ്ടപ്പെട്ടു വന്നു. ഇയാള് എനിക്ക് അറിയാവുന്ന ഒരാളാണ്, ഒരു വ്യവസായിയാണ്. ഇതിനു മുമ്പും 1-2 ഇൻഫർമേഷൻസ് തന്നപ്പോൾ അത് ക്രെഡിബിൾ ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി കിടക്കുകയാണ്. അപ്പം അത് ഇങ്ങനെ ഇൻഫർമേഷൻ തന്നപ്പോൾ ഞാനത് വിശദമായി അവരോട് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. പക്ഷെ എൻ്റെ കയ്യിൽ തെളിവില്ല. ഞാൻ അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ കോടാനുകോടി വരുന്ന ജനങ്ങളെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ശബരിമലയിലെ ഈ കൊള്ള. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ എനിക്ക് തോന്നി അത് SIT അറിയിക്കേണ്ടത് ആവശ്യമാണ്. അറിയിച്ച് അവരന്വേഷണം നടത്തട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. അദ്ദേഹത്തിനത് സ്വയം പറയാനൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ പേടിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ SITയെ പറയണം, അത് SITയെ സഹായിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇത് പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത്.